ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് വന്നത് ദ കേഴ്സ്ഡ് ഐലിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഡൈനോസറിൻ്റെ പേരാണ്, അയ്യോ അത് വിട്ടുപോയി, അത് കുഴപ്പമില്ല. ഡൈനോസറിൻ്റെ പേര് പഠിച്ച് വലിയ കാര്യമൊന്നുമില്ല ഗൈസ്, അത് വിട്ടാളാ. നമ്മളിന്ന് വന്നത് ഒരു പ്രത്യേക തരം വാൽമലും എല്ലായിടത്തും മുള്ളലുള്ള ഒരു പ്രത്യേക തരം പുല്ല് നിന്നൊരു ഡൈനോസറാണ് ഗൈസ് ഇത്. ഇപ്പം നമ്മളെ ഗ്രോത്ത് നോക്കുവാണെങ്കിൽ സ്റ്റേജ് 4 ആണ്. നമ്മളിപ്പം ഏതാനും നിമിഷത്തിനുള്ളിൽ ഫുൾ ഗ്രോത്ത് ആക്കും. പിന്നെ നമുക്ക് ഇതുവരെ നല്ലൊരു ഫൈറ്റൊന്നും കിട്ടിയില്ല. ഞാൻ ഫൈറ്റിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. എനിക്ക് നല്ലൊരു എതിരാളിനെ കിട്ടണം. എല്ലാം കുഞ്ഞന്മാരാണ് ഇതിലുള്ളത്. ഇപ്പോൾ ഈ സർവറിൽ ഏകദേശം 59 ഡൈനോസർ ഉണ്ട്. നമുക്ക് നല്ലൊരു ഭീകരന്മാരെ കിട്ടുമെങ്കിലും നോക്കണം. ഇവിടെയൊന്നും ഒരുത്തനും കാണുന്നില്ലല്ലോ. ഓക്കെ, അവിടെ ഗിഗ ഉണ്ട്. എന്നാൽ അങ്ങോട്ട് തീരെയും പോണ്ട, നമുക്ക് തിരിച്ചു അയ്യോ, മെഗാ റാപ്റ്റർ അങ്ങ് അടുത്ത സൈഡിൽ മെഗാ റാപ്റ്റർ, വലത്തെ സൈഡിൽ ഗിഗ. ഫുൾ പണിയാണ്. നമുക്ക് ഓടി കണ്ടം വിടാം. പിന്നെ നമുക്ക് വിശക്കുന്നുണ്ട്, പുല്ല് തിന്നണം. എല്ലാം പണി തന്നെയാണ്. ഇവിടെ എല്ലായിടത്തും ഗിഗയും മറ്റേ ടീറക്സും എല്ലാം ആണല്ലോ. ഇവിടെ ആരോ നെസ്റ്റ് ഉണ്ട്. ഇത് മുതലേൻ്റെ നെസ്റ്റാന്ന് തോന്നുന്നു. ഇവിടെ എന്തിൻ്റെയോ നെസ്റ്റ് ഇവിടെ കാണുന്നുണ്ട്. അധികവും മുതലേൻ്റെ ആവും. നമുക്ക് കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കുക, അതാ നല്ല. അല്ലെങ്കിൽ ഗിഗേൻ്റെ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും. എന്തായാലും നമുക്ക് കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കാം. നെസ്റ്റിൻ്റെ അടുത്ത് നിൽക്കുന്നത് തീരെ സേഫല്ല. നമുക്ക് F1 പോവാം. അവിടെയാണ് കുറേ ഡൈനോസേഴ്സ് ഉണ്ടാവും. അതാണ് നല്ലത്. ഇവനെയും കൊണ്ട് നമുക്ക് F1 പോയിട്ടുണ്ട്. കുറച്ച് ഫൈറ്റിന് നോക്കണം. അത്യാവശ്യം ഫൈറ്റ് എടുത്തിട്ട് കളിക്കാൻ നോക്കണം ഇന്ന്. പിന്നെ ഈ വീഡിയോ കാണുന്ന ആരും ലൈക്ക് അടിക്കുന്നില്ല. ലൈക്കൊന്ന് അടിച്ചങ്ങ് പൊളിച്ചാണ്. നിങ്ങളൊന്നും നോക്കണ്ട. ലൈക്കും പിന്നെ സബ്സ്ക്രൈബ് അങ്ങ് ചെയ്യും. ആരും ലൈക്ക് ചെയ്യുന്നില്ല. നിങ്ങളെല്ലാവരും ലൈക്കും പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം പരമാവധി ഷെയറും അങ്ങ് ചെയ്താളിയാ. പിന്നെ ഒന്നും നോക്കണ്ട. ഓക്കെ, ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഡൈനോസറിനെ കാണുന്നില്ല. നമുക്ക് ഫുഡ് കഴിക്കണം കഴിച്ചു. നമുക്ക് ലീഫ് തിന്നണം. ലീഫ് എന്ന് പറയുമ്പോൾ ഇലയാണ്. അത് ഞാൻ ഇംഗ്ലീഷ് അറിയാത്തവർക്കാണ് പറഞ്ഞു തരുന്നത്. ലീഫ് എന്ന് പറയുന്നത് ഇലയാണ്. ഓക്കെ, ഇവിടെ കാണുന്നുണ്ട് ഇല. നമുക്ക് ഓടിപ്പോയി തിന്നാൽ നമ്മളെ സ്റ്റാമിന ഫുൾ ഔട്ടാവുന്നുണ്ട്. ഓടിക്കോ. ഇതിൻ്റെ ഓട്ടം കാണുമ്പോൾ എനിക്ക് ചിരി വരുന്ന ഇടയ്ക്ക്. എന്തെല്ലാം ഒരു ഓട്ടമായിപ്പോയി. അയ്യോ, ഫുഡെല്ലാം കഴിഞ്ഞു പോയി. ഇതാണ് നമ്മളെ ഫുഡ്. നമ്മൾ ലീഫ് മാത്രം തിന്ന് ജീവിക്കുന്ന നല്ല സ്വഭാവമുള്ളൊരുത്തനാണ്. പിന്നെ നമുക്ക് വെള്ളം കുടിക്കണം. പിന്നെ ഫൈറ്റിന് പോകണം. നല്ലൊരു കിടിലം ഫൈറ്റ് കിട്ടണം. അതാണ് നമ്മളെ ടാസ്ക്. നമ്മളിപ്പോൾ ലീഫ് തിന്നുകൊണ്ടിരിക്കുന്നതാണ്. ലീഫ് ഇല തിന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ 75ആണ്. ഇനി ഏതാനും നിമിഷത്തിനുള്ള നമ്മൾ ഫുൾ ഗ്രോത്ത് ആവും. ഫുൾ ഗ്രോത്ത് ആയാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കാണുന്ന എല്ലാത്തിനെയും പോയി പെരക്കുന്നതായിരിക്കും. പക്ഷെ നമ്മൾ ഈ കളിയിൽ പരമാവധി കുട്ടി ഡൈനോസറിനെ മാറ്റി പിടിച്ചിട്ട് വേണം നമ്മൾ വലിയ ആൾക്കാരെ പോയിട്ട് ആക്രമിക്കാൻ. കാരണം കുട്ടികൾ കുറച്ച് വളരട്ടെ, നമ്മളതിനുള്ള ഇതോർക്ക് കൊടുക്കണം. പിന്നെ ഫുൾ മഴയാണിപ്പം. മഴയായതുകൊണ്ട് വോയിസ് വലിയ ക്ലിയർ ആണോ എന്നൊന്നും അറിയില്ല. പക്ഷെ ക്ലിയർ ആവും. പറക്കുന്ന ഡൈനോസർ ഇതാ മാറി നിൽക്കണം. ചിലപ്പോൾ എന്നെ റാഞ്ചി അങ്ങ് കൊണ്ടുപോകും. എനിക്ക് പിന്നെ കയ്യല്ല, വെറുതെ ഇതിനെ കഷ്ടപ്പെട്ട് ഇത്ര ആക്കിയെടുത്തിട്ട്. ഇവിടെയെല്ലാം പണ്ട് കുറേ ഉള്ളേനും. ഇപ്പാണെങ്കിൽ തീരെ ഒരു ഡൈനോസർ പോലും ഇല്ല. അവിടെ ഏതെങ്കിലും ഒരുത്തനെങ്കിലും എന്താടാ ഒന്ന് ഫൈറ്റിൻ്റെ സ്കില്ല് കാണിക്കാൻ ഒരുത്തനുമില്ല. നമ്മളെ സ്റ്റാമിന ഔട്ടാവുന്നുണ്ട്. നമുക്ക് മെല്ലണം പോവാം. ഏതെങ്കിലും വലിയ ഡൈനോസർ വന്നിട്ടുണ്ട്, സ്റ്റാമിന ഔട്ടായാൽ പണി കിട്ടും. അപ്പോൾ നമുക്കിനി നല്ലൊരു കിടിലം ഡൈനോസറിനെ നോക്കി പോകണം അല്ലേ. അതാണ് നമ്മളിനി ടാസ്ക്. അങ്ങനെ നമ്മൾ കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ 2 എണ്ണത്തിനെ കാണുന്നുണ്ട്. ഓക്കെ, വേറെ ഒരുത്തൻ അതിൻ്റെ ബാക്കിൽ ഓടുന്ന വാല് വിളക്കിയിട്ട് നമ്മളെപ്പോലത്തെ ഒരുത്തനാണ്. ഓൻ ബ്ലീഡിങ് ആണ്. നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഫുൾ ഗ്രോത്ത് ആണ്. ഇപ്പോഴാണ് ഒരു ഫൈറ്റ് കിട്ടുന്നത്. ഓനെ ഞാൻ പോയി പെരക്കും. ഇവനെ ഞാൻ പെരക്കും. ഓൻ്റെ ബാക്കിൽ കൂടെ പോയിട്ട് വേണം പെരക്കാൻ. ഓക്കെ, ഓനെ കൊണ്ടിട്ടുണ്ട്. ഓനെ കൊണ്ടായില്ലയോ? അത് ഓന് കൊണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇവിടെ പോയി പെരക്കണം. ഓനെ പെരക്കേ പറ്റൂ. ഇവനെ വെറുതെ വിടരുത്. ഓൻ്റെ സ്റ്റാമിന എന്തായിട്ട് ഇപ്പം കുറയും. ഓക്കെ, ഓനൊരു 200 കൊണ്ടിട്ടുണ്ട്. എൻ്റെ സ്റ്റാമിന ഔട്ടാവുന്നുണ്ട്. ഓക്കെ, ഓന് നല്ലോണം കിട്ടുന്നുണ്ട്. ഓനെ ഇനി ഇങ്ങോട്ട് വന്നിട്ട് ഓൻ ചാവും. ഓൻ മര്യാദയ്ക്ക് വരുന്നില്ല എൻ്റെ അടുത്തേക്ക്. ഓൻ്റെ സ്റ്റാമിന നല്ലോണം ഔട്ടാവുന്നുണ്ടാവും. അവനെ കിട്ടിയിട്ടുണ്ട്. ഇവൻ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഈ കുഞ്ഞന്മാരെയൊന്നും ഞാൻ കൊല്ലൂലെന്ന് ആകെ പറഞ്ഞാണ്. ഇവൻ ഓടി നോക്കുവാനെ കണ്ടം വിടുന്നത് ബ്ലീഡിങ് ആയതുകൊണ്ട്. അയ്യോ, ഇതിൻ്റെ ഇവിടെ ഇഷ്ടം നിൽക്കുന്നു. ഇങ്ങനെ നമ്മൾ സമ്മതിക്കരുത്. ഓക്കെ, കൊന്നില്ലേ?
ഇവിടെ ചത്താളി ചത്ത് കഴിച്ചു. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഒരു കില്ല് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് റെസ്റ്റ് എടുക്കണം. നമുക്ക് ഹെൽത്തില്ല. ഇനി നമുക്ക് അടുത്തവനെ പോയി നോക്കണം. അങ്ങനെ ഒരുത്തനെ നമ്മൾ പടാക്കിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മളെ ഗ്രോത്ത് ഫുള്ളാണ്. പിന്നെ നമുക്ക് ഉറങ്ങണം. അയ്യോ എടാ പണി കിട്ടി കേട്ടോ നമ്മൾ. ഓക്കെ അത് കൂടുന്നുണ്ട്. അത് ഫുൾ നമ്മൾ അൺകംഫേർട്ട് ആയിട്ടുണ്ട്. അത് തെറ്റി പോകുന്നു. അൺകംഫേർട്ട് ഓക്കെ അതാവുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് മാറിയിരിക്കുന്നത്. എടാ സൈഡിൽ ഏതോ ഒരുത്തന്മാർ മറ്റേ മിക്സ് പാക്ക് കളിക്കുന്നതാണെന്ന് തോന്നുന്നു. മിക്സ് പാക്ക് കളിക്കുന്നതാണേ ഞാൻ വിടൂല. ഓക്കെ മിക്സ് പാക്ക് ആണെങ്കിൽ നമ്മൾ വിടറ്. ഓക്കെ ഇതാണ് ഇവിടെ ഇവനൊക്കെ ഫുഡ് തരാനാളി വന്നു. ഇവനൊന്ന് വെറുതെ പെരക്കി വിട്ടാലോ. വെറുതെ ഞാൻ ശരിക്കും താങ്ക്സ് എടാ ചെക്കൻ താങ്ക്സ് പറഞ്ഞ സ്ഥിതിക്ക് അവനെ കൊല്ലണം. പക്ഷെ അവൻ മിക്സ് പാക്ക് ആവാൻ വന്നാലോ ഇതൊക്കെ വേണ്ടി ഒരു ചവിട്ടം. എടാ ഇവൻ അന്നടിച്ച്. എടാ ഞാൻ തമാശക്ക് നോക്കിയാ. എടാ ഇങ്ങനെ വിടൂടാ. ഓക്കെ ഓൻ ബ്ലീഡിങ് ആയിട്ടുണ്ട്. ഇനി ഓനെ വിടറ്. ഞാൻ തമാശക്ക് ചവിട്ടിയതാണ്. ഞാൻ ഇവിടെ ഓനെ പ്രാങ്ക് ചെയ്യാൻ ചവിട്ടിയതാ. ഓനെ നമ്മളെ ഉള്ളി എടുത്തേണ്ടടാ. എടാ അത് നെസ്റ്റ് അല്ലേ. നെസ്റ്റ് അങ്ങനെ വിട്ട് ഉറപ്പിക്കറി നമ്മൾ. എടാ ഓൻ്റെ നെസ്റ്റ് നമ്മൾ പൊട്ടിക്കും. എടാ ഒന്നാ കേരാനാവുന്നില്ല. ഓക്കെ ഇതിൽ നമുക്ക് കേരാനാവൂല. എടാ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കേരാനാവുന്നില്ല. നമ്മൾ അതിനെ കട. എടാ കേരി കാണിച്ചാൽ നമ്മളതിനെ വെറുതെ വിടറ്. നെസ്റ്റ് ഉണ്ടാക്കിറങ്ങുന്നുണ്ട്. എടാ എന്താ പറയുക ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റാത്ത. അയ്യോ കേരടാ കേരാൻ പറ്റുന്നില്ല. മൂഞ്ചിയിട്ടുണ്ട്. നമുക്ക് പുറത്ത് റെസ്റ്റ് എടുക്കാം. എന്തായിട്ടും വരുമോയെ ആ ചെക്കൻ പുറത്തേക്ക് ചെയ്യും. എന്തായിട്ടും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ നെസ്റ്റ് ഇടാൻ സമയക്കറ്. എടാ ഇതാടാ ഒരു ചുമുട്ടൻ പോകുന്നു. എടാ ഇതെന്താടാ ചുമുട്ടൻ മാറില്ല അതിൻ്റെ ഉള്ളിൽ കയറുന്നു. നമുക്ക് പുറത്ത് വെയിറ്റ് ചെയ്യാം. നമുക്ക് ചിരിച്ചൊന്ന് മയക്കി കളയാം. ഇത് എത്ര എണ്ണത്തിനാടാ അതിൻ്റെ ഉള്ളിൽ കൊന്നിട്ട്. ഒരു ഭയങ്കര ബുദ്ധിമാന്മാരാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഒരുത്തനെ കാണുന്നില്ലല്ലോ. വേറാണ് ഇതേതാടെ ഭാഷ. എന്നെല്ലാം ഉണ്ട്. പക്ഷെ ഇവൻ്റ് എന്നെല്ലാം ഉണ്ട് ഇടുന്ന അതിൻ്റെ ഇടയ്ക്ക്. ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറാൻ പറ്റിയിട്ടുണ്ട്. രണ്ടിനെയും കൂടി പെരക്കേന്. എടാ നമുക്ക് ഫുഡില്ലടാ. തീരെ ഫുഡില്ല. ഫുഡ് കണ്ടുപിടിക്കണം. ഓക്കെ അങ്ങനെ രാവിലെ ആയിക്കൊണ്ട് വയ്ക്കുന്നുണ്ട്. നമുക്ക് ഫുഡ് കണ്ടുപിടിക്കണം. ഫുഡ് ഇവിടെ ഉണ്ടോ? നമ്മളിപ്പോൾ ഉള്ളത് D3-ലാണ്. ഇവിടെ തന്നെ ഫുഡുണ്ട്. നമുക്ക് ഓടിപ്പോയി ഫുഡ് കഴിക്കാം. അല്ലെ നമ്മൾ ഭക്ഷണം ഇല്ലാണ്ട് പട്ടിണി കിടന്ന് ചാവേണ്ടി വരും. ഓടിപ്പോവുക, ഫുഡ് എടുക്കുക, കഴിക്കുക. ഓക്കെ എനിക്ക് നമ്മൾ അടുത്ത ഫൈറ്റിനെ നോക്കുക. പരമാവധി ഫൈറ്റ് എടുക്കുക ചാവുന്നവരെ. ഓക്കെ ചാവുന്നവരെ ഫൈറ്റ് എടുക്കുക. ഉള്ള കഴപ്പ് മൊത്തം കാണിക്കുക. ഓക്കെ എടുത്തോ കഴിച്ചോ. നല്ലോണം കഴിച്ചോ. വയറ് ഫുള്ളാക്കിക്കളാ നിന്നുകൊണ്ട്. ഓക്കെ നമുക്ക് നെസ്റ്റ് ഉണ്ടാക്കിയാലോ. എടാ ഒറ്റ അതിൻ്റെ നെസ്റ്റ് ഉണ്ടാക്കിയാലോ. എടാ ഒരുത്ത മിക്സ് പാക്കിന് അയക്കുന്നുണ്ട്. മിക്സ് പാക്ക് റിജക്റ്റഡ്. ഓക്കെ മിക്സ് പാക്ക് നെഹി. ഫുഡെല്ലാം തീർന്നിട്ടുണ്ട്. ഫുഡ് അതാ ലീഫ് മൊത്തം തീർത്തിട്ടുണ്ട്. ഭയങ്കര കൊതിയനാണ്. എന്ത് കൊതിയനാടാ. ഇങ്ങനെ വെറുതെ നടക്കുക ഫുഡ് കഴിക്കുക. എന്നെപ്പോലെ തന്നെ വെറുതെ നടക്കുക ഫുഡ് കഴിക്കുക അവിടെ പോയി ഇരിക്കുക. ചിക്കൻ വലിയ പണിയൊന്നും ചെയ്യുന്നില്ല. അതിൻ്റെ ഉള്ളിലത്തെ ആ രണ്ടെണ്ണം കീഞ്ഞോന്ന് നോക്കണം. എടാ ഫ്രണ്ട്ഷിപ്പ് കുഴപ്പമില്ല. എടാ ഫ്രണ്ട്ഷിപ്പെല്ലാം നമുക്ക് കുഴപ്പമില്ല. നമുക്ക് റിക്വസ്റ്റ് കിട്ടോ. ഓക്കെ ഞാൻ പരമാവധി എടുക്കാൻ നോക്കാം. ഇതിൽ പിന്നെ കുറേ ഫ്രണ്ട്സ് ആക്കാം. അതുകൊണ്ട് നിങ്ങൾ പരമാവധി റിക്വസ്റ്റ് കിട്ടോ. ഞാൻ നിങ്ങളെ തന്നെ ഫ്രണ്ടാക്കാം. ഓക്കെ അവിടെ ഇവിടെയൊന്നും ഒരുത്തനും കാണുന്നില്ല. അവിടെ ഇതിൻ്റെ ഉള്ളിലത്തെ രണ്ടെണ്ണം കീഞ്ഞാ. അയ്യോ കീയൊന്നും തോന്നില്ല. വേറെ എന്തെങ്കിലും ഒരു ട്രിക്ക് ഉപയോഗിക്കേണ്ട വരും. എടാ നമ്മളെ വാല് മാത്രം അങ്ങോട്ടേക്ക് എത്തുക. എടാ ഞാൻ ഇങ്ങനെ വീശി കളിക്കും. ഓക്കെ ഒരുത്തനെങ്കിലും എന്തായാലും പുറത്ത് കാണിക്കൂല. കണ്ടാ എന്തായാലും പുറത്ത് കാണിക്കൂല. ഓക്കെ എടാ ഒരുത്തനും പുറത്ത് ചെയ്യൂല. നമുക്ക് അലോന്ന് ഇട്ടിട്ട് ഓരോന്നും മറ്റേ മഴയ്ക്ക് കളിയാ. ഓക്കെ എടാ ഓക്കെ ഒരുത്തനെ കൊന്നിട്ടുണ്ട്. ശരിക്കും അത് ഞാൻ ചെയ്തത് തെറ്റാണ് അല്ലേ. ചെറിയൊരു കുട്ടനെല്ലാം പിടിച്ച് കൊല്ലും. നമുക്ക് ഓനെ കൊല്ലാം. ഓൻ ചെറുതല്ല. ഓൻ അത്ര ചെറുതല്ല. പാവയും ഒറ്റയടിക്ക് തീർന്നിട്ടുണ്ട്. ഒറ്റയടിക്കാണല്ലോ ഇവർ.
മോനെ പുറത്തീ മോനെ, എനിക്കിങ്ങനെ വെറുതെ ഇരുന്നിട്ട് ബോറടിക്കുന്ന എനിക്ക് ആരെങ്കിലും ഒന്ന് എടാ ഞാൻ സൈക്കോ ആവുന്നുണ്ടോ എന്നൊരു സംശയം. വെറുതെ നിൽക്കുന്ന ഓരോന്നിനെ പോയി ചാമ്പുന്നാണ്. ഓക്കെ എടാ ഒന്ന് പുറത്തീന്ന് കിട്ടടാ. വലിയൊരു പണി കിട്ടിയിട്ടുണ്ട്. എന്നാന്ന് വെച്ചാ കരണ്ട് പോയി. ഓക്കെ കരണ്ട് പോയപ്പോൾ ആ ഡൈനോസർ അങ്ങ് പോയി. എന്താന്ന് വെച്ചാൽ എൻ്റെ കൂടി പറയാൻ മറന്നുപോയതാണ്. നമുക്ക് ആ ഡൈനോസറിന് നെസ്റ്റ് ഇട്ട് കിട്ടിയതാണ്. അങ്ങനെ ഫുൾ പണി കിട്ടിയിട്ടുണ്ട്. എന്തായിട്ടും നമ്മളിനി ഈ ഒരു ഡൈനോസറിനെ വെച്ച് കളിക്കണമെങ്കിൽ നിങ്ങൾ ഡൂ കമൻറ്റ് ഗൈസ്. ഇതൊരു പ്രത്യേക തരം ഡൈനോസറാണ്. ആകെ ഇത്തിരി പൊടിയാണുള്ളത്. ഇവൻ്റെ കഴിവുകൾ എന്തെല്ലാമാണ് അറിയണമെങ്കിൽ നിങ്ങൾ ഡൂ കമൻറ്റ്. ഓക്കെ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം.